Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ എക്സാം ആയിട്ടുള്ള ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഈ ഒരു സബ്ജക്റ്റിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ 5 മാർക്കിന്റെ 8 ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. സോ അതിൽ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെയുള്ള ഒരു ചോദ്യമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓൺട്രപ്രണർ. നിർബന്ധമായും പഠിച്ചിരിക്കണം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓൺട്രപ്രണർ. ഓക്കെ, സോ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു ചോദ്യം ആ ഒരു ചാപ്റ്ററിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വിമൺ ഓൺട്രപ്രണറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഫങ്ഷൻസ് ഓഫ് വിമൺ ഓൺട്രപ്രണർ എന്തൊക്കെയാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ബാരിയേഴ്സ് ടു ഓൺട്രപ്രണർഷിപ്പ് മറ്റൊരു ക്വസ്റ്റ്യൻ. ആ സെയിം ചാപ്റ്ററിലാണ് ഉള്ള ഒരു ചോദ്യമാണ്. ബാരിയേഴ്സ് ടു ഓൺട്രപ്രണർഷിപ്പ്. ഓക്കെ, ഒക്കെ നോക്കിയിരിക്കണം. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോയിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ പരമാവധി ഈ പറയുന്ന ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുക. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് EDP ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഫേസസ് നമുക്ക് പ്രതീക്ഷിക്കാം. EDP എന്താണ്, അതിൻ്റെ ഫേസസ് വരാറുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ EDPയുടെ നീഡ് ഫോർ EDP. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓൺട്രപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള ഡിഫറൻസ്. ആ സെയിം ചാപ്റ്റർ തന്നെ. ഓൺട്രപ്രണറും ആൻഡ് ഇൻട്രാപ്രണർ ഡിഫറൻസ്. ഓക്കെ, അതും നിർബന്ധമായും നോക്കിയിരിക്കണം. ചില സമയത്ത് അത് 5 മാർക്കിൻ്റെ ആയിട്ടും ചിലപ്പോൾ 2 മാർക്കിൻ്റെ ആയിട്ടും വരാറുള്ളതാണ്. ദെൻ 2 മാർക്കിൻ്റെ ഇൻട്രപ്രണർ മാത്രമായിട്ടും എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന കൺസെപ്റ്റുകളൊക്കെ എന്തായാലും നോക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് MSMEനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കി വയ്ക്കണം. ഒബ്ജക്റ്റീവ്സ് ഓഫ് MSMEs നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. MSMEയുടെ ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് DICനെ പറ്റിയിട്ട്. DIC എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ്. ഇത് 2 മാർക്കായിട്ടും 5 മാർക്കായിട്ടും essay ആയിട്ടും 3 പാർട്ടിലും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കണം. നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണ്, നിർബന്ധമായും പഠിക്കണം. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് എന്താണ്, അതിൻ്റെ ബെനഫിറ്റ്സ് നോക്കി വയ്ക്കുക. ഓക്കെ, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ടൈപ്സ് നോക്കി വയ്ക്കുക, വീണ്ടും പ്രതീക്ഷിക്കാം. സോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ചില സമയത്ത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നോക്കണം കേട്ടോ. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ഇൻസെൻറ്റീവ്സും അതുപോലെ തന്നെ സബ്സിഡിയും. ഇതിൻ്റെ നീഡ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. നീഡ് ഫോർ ഇൻസെൻറ്റീവ്സ് ആൻഡ് സബ്സിഡീസ്.
സബ്സിഡീസ്. ഇതിൻ്റെ ഡിഫറൻസും കൺസെപ്റ്റുകളോ ഒക്കെ നോക്കി വയ്ക്കുക. എക്സ്പെക്ട് ചെയ്യുന്നൊരു ഏരിയ. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ചോദ്യമാണ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി, അതുപോലെ തന്നെ ഫീസിബിലിറ്റി സ്റ്റഡി, ഇതിനൊക്കെ പറ്റിയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി എന്താണ്? ഫീസിബിലിറ്റി ഓഫ് എ പ്രൊജക്റ്റ് നോക്കി വയ്ക്കുക. ദെൻ അതുപോലെ തന്നെ ഫീസിബിലിറ്റി സ്റ്റഡി ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി വയ്ക്കണം. ചില സമയത്ത് 2 മാർക്കിൻ്റെ ആയിട്ടും വരാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഓഫ് എ പ്രോജക്റ്റ്, അതുപോലെ തന്നെ ഫീസിബിലിറ്റി സ്റ്റഡി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായും പഠിക്കണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇൻസെൻറ്റീവ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഞാൻ നോക്കാൻ പറഞ്ഞു. പിന്നെ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒരു പ്രാവശ്യം എസ്സേക്കും ചോദിച്ചിട്ടുള്ളതാണ്, 5 മാർക്കിലും പ്രതീക്ഷിക്കാം. വാരിയസ് റിക്വയർമെൻറ്റ്സ് ഓഫ് എ ഗുഡ് project report. Okay, then next sources of project finance. ഈ പ്രൊജക്ട് ഫിനാൻസിൻ്റെ ഡിഫറെൻറ്റ് സോഴ്സസിൽ മീഡിയം ലോങ് ടൈം ഒക്കെ ഉണ്ട്. മീഡിയം ടൈം, ഷോർട്ട് ടൈം. അത് ചില സമയത്ത് 2 മാർക്കിൻ്റെ ആയിട്ടും വരാറുണ്ട്, 5 മാർക്കിൽ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. സോ നോക്കി വയ്ക്കുക. സോഴ്സസ് ഓഫ് പ്രൊജക്ട് ഫിനാൻസ്. ഓക്കെ, മറ്റൊരു ചോദ്യം. ഇനി നെക്സ്റ്റ് സജഷൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊജക്ട് റിപ്പോർട്ട് നിർബന്ധമായും നോക്കുക. പ്രൊജക്ട് റിപ്പോർട്ടിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ 2 മാർക്ക്, 5 മാർക്ക്, 10 മാർക്ക്, 3 ഏരിയയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എക്സ്പെക്ട് ചെയ്യുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് SISI. ഓക്കെ, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ടെക്നോ പാർക്ക്. മറ്റൊരു ചോദ്യം, ടെക്നോ പാർക്ക് എന്താണെന്നുള്ള 2 മാർക്കിൻ്റെയും വരാറുണ്ട്. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ. മറ്റൊരു ചോദ്യമാണ് എക്സ്പ്ലെയിൻ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട്സ് ട്രസ്റ്റ് സ്കീം ഫോർ MSME. ഓക്കെ, നോക്കിയിരിക്കണം. 5 മാർക്കിൻ്റെ ഇതിനേക്കാൾ മുമ്പുള്ള പേപ്പറിൽ വന്നിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. സോ നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ, നിർബന്ധമായും പഠിക്കാം. ദെൻ മറ്റൊരു സജഷനാണ് വിമൺ ഓണ്ടർപ്രണർഷിപ്പിലെ ഒരു ചോദ്യം. ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണത്. റോൾ ഓഫ് NAYE in the women entrepreneurship development in India. Entrepreneurship development in India. Okay, ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ചോദ്യം. ദെൻ നെക്സ്റ്റ് സജഷൻ ഒരൊറ്റ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കൺസിഡറേഷൻസ് influencing the plant capacity. ഓക്കെ, സോ പാർട്ട് ബിയിൽ 5 മാർക്സിൻ്റെ ചോദ്യങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ സജഷൻസ് ആണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഒരു 4-5 ചോദ്യങ്ങൾ, അതിൽ നിന്ന് ചിലപ്പോൾ 2-3 വരെ വരാറുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഓണ്ടർപ്രണർ, വിമൺ ഓണ്ടർപ്രണേഴ്സിൻ്റെ അതിൻ്റെ ഫങ്ഷൻസ്, ദെൻ ബാരിയേഴ്സ് ടു ഓണ്ടർപ്രണർഷിപ്പ്, EDP എന്താണ്, അതിൻ്റെ ഫേസസ്, നീഡ്, ഓണ്ടർപ്രണറും ഇൻട്രാപ്രണറും തമ്മിലുള്ള ഡിഫറൻസ്, MSMEയുടെ ഒബ്ജക്റ്റീവ്സ്, പിന്നെ പല
അതോറിറ്റീസിൻ്റെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് DIC, അതിൻ്റെ ഫങ്ഷൻസ്, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്താണ്, ബെനഫിറ്റ്സ്, ടൈപ്സ്, ഇൻസെൻറ്റീവ്സ് ആൻഡ് സബ്സിഡീസിൻ്റെ നീഡ്, ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഓഫ് എ പ്രൊജക്ട്, അതുപോലെ തന്നെ ഫീസിബിലിറ്റി സ്റ്റഡി എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, requirements of a good project report, then project finance in the different sources of project finance, then importance of a project report നമ്മൾ വീണ്ടും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ SISI അതിൻ്റെ ഫങ്ഷൻസ്, ദെൻ ടെക്നോപാർക്ക് എന്താണ് അതിൻ്റെ ഫങ്ഷൻസ്, ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് സ്കീം ഫോർ MSME നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം, ദെൻ റോൾ ഓഫ് NAYE ഇൻ ദി വിമൻ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ, ഇതിനേക്കാൾ മുമ്പ് വന്നിട്ടുള്ളൊരു ചോദ്യം കൂടിയാണ്. ദെൻ കൺസിഡറേഷൻസ് ഇൻഫ്ലുവൻസിങ് ദി പ്ലാൻ കപ്പാസിറ്റി. സോ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന 5 മാർക്സിൻ്റെ ചോദ്യങ്ങൾ. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ ഇതാണ് വരുന്നത്. ദെൻ പിന്നെ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇതാണ്. ആൻഡ് ഫൈനലി ഇത്. ഓക്കെ, സോ നമ്മൾ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിൽ 3 പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോസ് ഡിസ്കഷൻസ് നടത്തി കഴിഞ്ഞു. സോ നെക്സ്റ്റ് മറ്റൊരു സബ്ജക്റ്റിൻ്റെ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളുടെ ഡിസ്കഷനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.